കെ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് ഒരു കൗൺസിലർ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഒരു അത്ഭുതകരമാണ്. സത്യത്തിൽ MLAക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലോക്കൽ ബോഡികളാണ്. ഇപ്പോൾ നെടുമങ്ങാട് എൻ്റെ ഓഫീസ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ടൗൺ ഹാളിൻ്റെ കെട്ടിടത്തിലാണ്. അതുപോലെ മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും കോർപ്പറേഷനുകളിലാണെങ്കിലും അവരുടെ സ്വന്തം ബിൽഡിങ്ങിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നഗരസഭകളും പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സപ്പോർട്ടും കൊടുക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ പൊതുവിലുണ്ടായിട്ടുള്ളത്. എന്നാൽ ജനപ്രതിനിധി ആകാത്തതിൻ്റെ പരിചയക്കുറവുകൊണ്ടായിരിക്കാം അവർ ആദ്യം അങ്ങനെ പ്രകടിപ്പിച്ചത്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ വാടകയെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ സൗജന്യമായി നൽകേണ്ടതാണ്, അല്ല വാടക വാങ്ങി സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമല്ലല്ലോ. ജനപ്രതിനിധിയുടെ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വാടകരഹിതമായി തന്നെ അത്തരം സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ഇപ്പം വാർഡ് കൗൺസിലർമാർക്ക് ആ സൗകര്യങ്ങൾ നഗരസഭ കൊടുത്ത ഞങ്ങളുടെ കാലത്ത് ആണ് അങ്ങനെ കൊടുത്തത്. എല്ലാ വാർഡിലെയും വാർഡ് കൗൺസിലർമാർക്ക് വാർഡ് കമ്മിറ്റി ഓഫീസായി അതിനാവശ്യമായ സൗകര്യങ്ങൾ അന്ന് മുതൽ ആരംഭിച്ചതാണ് ഇന്നിപ്പോൾ പൂർണ്ണ രൂപത്തിൽ കാണുന്നത്. അപ്പോൾ ആ സൗകര്യങ്ങൾ ജനപ്രതിനിധിക്ക് ജനങ്ങൾ വരാനും അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുമുള്ള സൗകര്യങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അതിനെ ആ നിലയിൽ കാണുന്നതിന് പകരം അത് ഒഴിയണമെന്നൊക്കെയുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചത് ആ പരിചയക്കുറവുകൊണ്ടായിരിക്കാം എന്നാണ് കാണുന്നത്. അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഇപ്പം KS ശബരിനാഥന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം MLA ആയിരുന്നു. ആ സമയത്ത് വാടക കെട്ടിടത്തിൽ വാടക കൊടുത്ത താമസം നിലവിൽ MLA ഹോസ്റ്റലിൽ ഫ്രീ ആയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ ശാസ്താമംഗലത്ത് നിന്ന് താമസിക്കുന്നതാണ് താമസിക്കുന്നതല്ലോ, ഓഫീസ് പ്രവർത്തിക്കല്ലേ. ഇപ്പം എനിക്ക് അജന്ത ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ബംഗ്ലാവ് വീട് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ MLA ഓഫീസ് നിലയ്ക്ക് മണ്ഡലത്തിലെ ഒരു കേന്ദ്രം ഉണ്ടാകേണ്ടത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. എല്ലാവർക്കും നമ്മുടെ ഔദ്യോഗിക വസതിയിലോ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ എത്താൻ കഴിയില്ല. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നതിനപ്പുറത്ത് അതൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ലോഡ്ജോ മറ്റ് സംവിധാനങ്ങൾ പോലെ അല്ലല്ലോ. അപ്പോൾ അത് ആ നിലയിൽ കാണുക. നമുക്ക് ജനപ്രതിനിധികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ പരിമിതമായ സൗകര്യങ്ങളാണ്, അല്ലാതെ അത് ആർഭാട രീതിയിലുള്ള സൗകര്യങ്ങളല്ല. അല്ല, അതിലെന്തിനാണ് ശബരിനാഥന്റെ പ്രതികരണം എന്നാണ്? ശബരിനാഥ് ഇങ്ങനെ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് അങ്ങനെ പറയുന്ന കാര്യം എന്താണ്? ശബരിനാഥ് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു MLAയും അങ്ങനെ പ്രകടിപ്പിക്കാൻ സാധാരണ നിലയിൽ അനുഭവമുള്ളവരാരും ചെയ്യുന്ന കാര്യമല്ല. പിന്നെ അത് ചിലപ്പോൾ തൊട്ടടുത്ത കൗൺസിലർ ആയതുകൊണ്ടും അടുത്ത വാർഡിൻ്റെ പരസ്പര സഹായം ലഭിച്ചതിൻ്റെ പ്രത്യുപകാരമായി പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല.